നമസ്കാരം. കേരളത്തിൽ എന്തെങ്കിലും ഒരു അപകടമോ ആപത്തോ സംഭവിച്ചാൽ സഹായകരണങ്ങളുമായി നീട്ടുന്നതിനു പകരം ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ഒട്ടനവധി ആളുകളുണ്ടാകും. എന്നാൽ ഇവിടെ ഒരു കാന്തപുരവും ഒരു ഹാജിമാരും ഒരു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടാനായി വന്നിട്ടില്ല എന്ന് തുറന്നു പറയുകയാണ് നുസ്രത് ജഹാൻ. അമിത്ഷായും മോദിയും വിദേശകാര്യ മന്ത്രാലയവും നടത്തിയ ശ്രമമാണ് ഇവിടെ അനർത്ഥമാകുന്നതെന്ന് നുസ്രത് ജഹാൻ തന്നെ പറയുന്നുണ്ട്. നിലവിൽ യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വാർത്തയിൽ പ്രതികരിച്ചിരിക്കുകയാണ് NDA ദേശീയ നേതാവ് നുസ്രത് ജഹാൻ. രംഗത്ത് വന്നിരിക്കുകയാണ്. സംഘി അമിത്ഷാ ഇടപെടാതെ യമനിൽ ഒരു ചുക്കും നടക്കില്ല എന്ന് നുസ്രത് തുറന്നടിച്ചു. രാജ്യത്തിനെ അപമാനിക്കുന്ന തരത്തിൽ ഈ വാർത്ത കൊട്ടിയാഘോഷിക്കുകയല്ല വേണ്ടതെന്നും അവിടുത്തെ രാജാവിനോട് സംസാരിച്ച് നയത്തിൽ വിട്ടുവീഴ്ച വരുത്തി നിമിഷയെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടതെന്നും നുസ്രത് ജഹാൻ പറയുന്നുണ്ട്. നുസ്രത് ജഹാന്റെ ആ ഒരു പോസ്റ്റിലെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഹായ്, നമസ്കാരം. ഞാൻ നുസ്രത് ജഹാൻ. കുറേ ദിവസമായി ലൈവിൽ വന്ന് നിങ്ങളോട് സംസാരിച്ചിട്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ നമ്മുടെ കേരള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നിമിഷപ്രിയയാണ്. അപ്പോൾ നിമിഷപ്രിയയുടെ കാര്യം ഒന്ന് സംസാരിക്കാൻ വിചാരിച്ചു. കാരണം ഞാൻ പറയണത് എന്താണെന്ന് കേൾക്കാൻ കാത്തിരിക്കണ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്ന് 16-ാം തീയതി നിമിഷപ്രിയയെ തൂക്കിലേറ്റുന്നുള്ള കോടതി വിധി, യമൻ കോടതിയുടെ വിധി വന്നു. അപ്പോൾ ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടി, ഒരു കോടതി വിധിച്ച ഒരു വിധി ഒരിക്കലും അവർക്ക് ഡിമോളിഷ് ചെയ്യാൻ പറ്റില്ല. ഈവൺ ഇഫ് ബ്ലഡ് മണി കൊടുത്താൽ പോലും ആ ബ്ലഡ് മണി എന്ന് പറയുന്നത് അവരെ കുടുംബം കൊടുക്കുന്ന ബ്ലഡ് മണിയിൽ ബാക്കി ഉള്ള കുറ്റത്തിനുള്ള നമ്മളവിടെ ശിക്ഷ വേറെ കോടതി കൊടുക്കുന്നത് ഇതാക്കണം. അപ്പൊ ഇന്നലെ സംഭവിച്ച എന്താണ്, 2 ദിവസമായിട്ട് AP ഉസ്താദും കുറച്ച് മാപ്രകളും, വെറുതെ അല്ല കേരളത്തിലെ പാത്രക്കാരെ മാപ്രകളെ വിളിക്കുന്നത്, കാരണം അറിയാത്ത കാര്യങ്ങൾ AP ഉസ്താദ് ഇടപെടും. ഇന്ത്യൻ ഗവൺമെന്റ്, ഇന്ത്യൻ വിദേശകാര്യമന്ത്രി, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഹോം മിനിസ്റ്റർ അമിത്ഷാ, ഇവരെല്ലാം പ്ലസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും ഇവർക്ക് വേണ്ടിയിട്ടുള്ള സംഘടന കാണൂ. ഇവർക്ക് വേണ്ടി ഈ നിമിഷപ്രിയക്ക് വേണ്ടി കളക്ട് ചെയ്ത പൈസ ഇന്ത്യൻ എംബസി ത്രൂ തന്നെയാണ് റെക്കോർഡിക്കലി എനിക്ക് പോലും അറിയാം അവരയച്ചത് അങ്ങനെയാണ്. അല്ലാതെ അബ്ദുൾ റഹീമിന്റെ വിഷയം പോലെ ട്രസ്റ്റിൽ നിന്ന് ഫണ്ട് എടുത്ത് അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറയണല്ല. ദേ ഹാവ് റെക്കോർഡ്. ബിക്കോസ് ഇതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നിമിഷപ്രിയന്റെ കേട്ടപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഒരു IAS ഓഫീസറുടെ വീട്ടിൽ വെച്ച് നടന്നപ്പോൾ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. യു ഓൾസോ സപ്പോർട്ട് ദം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം അഡ്വക്കേറ്റുമാരും സുപ്രീം കോടതി അഡ്വക്കേറ്റ്സ് ഒക്കെ നടത്തുന്നതാണ്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഹ്യൂമൻ റൈറ്റ്സിന്റെ ലോ എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഞാനും ഇടപെട്ടോളാം. എനിത്തിങ് ഇസ് ദേ, സാർ എന്നെ വിളിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വരെ നിമിഷപ്രിയന്റെ ഒരു കാര്യം പറയാൻ ഞാൻ വന്നിട്ടില്ല. കാരണം അത് സ്ലോലി ഇറ്റ് വാസ് മൂവിങ് ത്രൂ ദ ഗവൺമെന്റ് ഇല്ലാത്ത ഒരു കാര്യവും സംഘി ഗവൺമെന്റ് തന്നെയാണ് ഈ രാജ്യം ഭരിക്കണമെന്ന് മനസ്സിലാക്കുക. സംഘി ഗവൺമെന്റ് ഇടപെടാതെ ആര് ദിയാ പണം കൊടുത്താലും ഗവൺമെന്റിന്റെ ഒരു വാക്ക്, ഉത്തരവാദിത്തപ്പെട്ട ഒരു ശബ്ദം, ദാറ്റ് ഈസ് ദ ഹോം മിനിസ്ട്രി, നോട്ട് ഈവൻ പ്രധാനമന്ത്രി അല്ല അവരെ നോക്കുക. കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട് തൂക്കാൻ വിധിച്ചവന്റെ വിധി മാറ്റണമെങ്കിലും അവിടെ ആ കോടതി അത് സൈൻ ചെയ്യണമെങ്കിലും ഇന്ത്യൻ ഹോം മിനിസ്ട്രീൻ്റെ അപ്രൂവൽ വേണം. കാരണം ഇതുപോലെയുള്ള കേസുകൾ ഞാൻ ഇടപെട്ടതും ഇടപെട്ടപ്പോൾ ഇതുപോലെ പറഞ്ഞതുമാണ്. ഇതുപോലെ ഹോം മിനിസ്റ്റർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്, 3 തവണ ഹോം മിനിസ്റ്റർ ഓഫീസിൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോപ്പി അവർക്ക് ഇന്ത്യൻ എംബസിക്ക് അവർ കൈമാറും, ഹോം മിനിസ്ട്രിയിൽ. അപ്പോൾ ഇന്ത്യൻ എംബസി ഒരു രാജ്യത്തെ കുറ്റവാളിയെ രക്ഷിക്കേണ്ടത് നമ്മളെ രാജ്യത്തെ പൗരനാണെങ്കിൽ പോലും ആ രാജ്യത്തിന്റെ ഫുൾ പവർ ഇസ് ഗോയിങ് ഓൺ എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ല. എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരെ പേപ്പറുകൾ ശരിയാക്കുക. ഈ ഹോം മിനിസ്ട്രീൻ്റെ ഈ രാജ്യത്തിൻ്റെ നടുക്കുള്ള ഒരു ഏജൻസിയാണ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ റോൾ. അവിടെ മിനിസ്റ്റർ പോലും, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർക്ക് പോലും ആ അംബാസിഡറോട് പറയാനേ
അതിനുള്ള ഇതുള്ളൂ, പിന്നെ അധികാരമുള്ളൂ. ഈ അധികാരം ഉപയോഗിച്ച് ഹോം മിനിസ്ട്രിന്റെ അപ്രൂവൽ വേണം നിമിഷപ്രിയ. അപ്പൊ 2 ദിവസം മുമ്പ് തൂക്കാൻ വിധിച്ചപ്പോ തൊട്ട് ഇതുവരെ ഇല്ലാത്ത AP ഉസ്താദും കുറെ ഫോട്ടോകളും കുറെ സൂഫികളും. ഓക്കെ, AP ഉസ്താദ് അതിന് പ്രവർത്തിക്കണമെന്ന് പറയണത് അതിമനോഹരം തന്നെ. ഒരു സൂഫി ഒരു സൂഫി വര്യൻ പറഞ്ഞാലും പിന്നെ നിമിഷപ്രിയ കിടക്കുന്നത് ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ തീവ്ര ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളിലുള്ള സ്ഥലത്താണ് ഇവരുടെ ജയില്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.